അതെന്താ ചേച്ചി ആലുവ മണപ്പുറത്ത് പോലും കണ്ടു പരിചയം പോലും ഇല്ലല്ലോ എന്നോട്? എന്നെ എൻ്റെ അച്ഛനും അമ്മയും ചത്തിട്ടില്ലല്ലോ ഞാൻ ആലുവ മണപ്പുറത്ത് പോകാനായിട്ട്. എന്ത് തെറ്റാണ് ചേച്ചി ഞാൻ ചെയ്ത? എത്ര പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്ത് ചേച്ചിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തിരിച്ചു വിളിക്കാലോ. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എന്റെ സൂച, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കണത്? ഇലക്ഷൻ വന്നത് കണ്ടായിരുന്ന? അറിഞ്ഞാ? ഇനി 2 മാസം ഇതിന്റെ കാര്യത്തിന് മുഴുവനും പോയി അതിന്റെ റിസൾട്ട് വന്നതുവരെ എന്റെ കെട്ടിയവനും നിന്റെ കെട്ടിയവനും തമ്മിൽ മിണ്ടത്തില്ല. കാര്യം രണ്ടും 2 പാർട്ടിക്കാരാണല്ലോ. നിന്നോട് മിണ്ടരുതെന്നാണ് എന്നോടും അങ്ങേര് പറഞ്ഞിരിക്കണത്. ചേച്ചി എന്നോടും പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ അടുത്ത് മിണ്ടണ്ടാന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ മിണ്ടാതിരിക്കാണോ ചേച്ചി? നമ്മൾ അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സൂച. നമ്മൾ അഥവാ മിണ്ടിപ്പോയാ നീ വേണമെങ്കിൽ എന്റെ പാർട്ടിയിൽ ചേരും, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിന്റെ പാർട്ടിയിൽ ചേർന്ന് പോകും, അല്ലെങ്കിൽ അവര് തമ്മിൽ പരസ്പരം ആ പാർട്ടിയിൽ തമ്മിൽ ചേരും. അപ്പൊ 2 പാർട്ടിയാണ് ഇല്ലാതെ. ഒന്നാമത് ഇപ്പം കണ്ണി കാണുന്ന പാർട്ടിക്കാർ തമ്മിൽ ലേനമാണ്. അങ്ങേരെങ്ങാനും കണ്ടാലുണ്ടല്ലോ അറിഞ്ഞ എന്റെ ദൈവമേ എന്റെ തലയ്ക്ക് തീ വെക്കും. ഇവിടെ ആണെങ്കിൽ ജാതക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നമ്മൾ തമ്മിൽ മിണ്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൊലപാതകം സൃഷ്ടിക്കും അങ്ങേര്. അത് ചേച്ചിനെ മാത്രമല്ല എന്നെ അങ്ങനെ തന്നെ. അതെനിക്കറിയാം. എന്താ നീ വീട്ടിൽ പോവാൻ നോക്ക്, ഞാൻ പോട്ടെ. എന്റെ ചേച്ചി 2 മാസം അങ്ങേര് ഇറങ്ങി പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. നീ ഇതിന്റെ പുറകെ ഇരിക്കും. ഒരു കാര്യം പോലും ചെയ്തു തരൂലേ ചേച്ചി? ഞാൻ എന്തെങ്കിലും സഹായത്തിനാണ് ഈ ചേച്ചിനെ വിളിച്ചു കൂട്ടുന്നത്. എനിക്ക് വേറെ ആരാളെ? ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഓടി അങ്ങോട്ടാണോ വരുന്നത്? എനിക്കൊന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ എന്റെ മക്കളെ ഞാൻ ചേച്ചിനെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണോ പോകുന്നത്? എനിക്കൊരു ആശുപത്രി പോണെങ്കിൽ കൂട്ടുകാരാ വന്ന ചേച്ചിയാണോ? അപ്പൊ എനിക്കൊരു ആവശ്യത്തിനല്ലേ ഞാൻ വിളിക്കുന്നേ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ജാഥ വന്നിട്ട് ഞാൻ പറയണ പറയട്ടെ. അരി തീർന്നിരിക്കാം. ചേച്ചി പൈസ തന്നാ ഞാൻ അരി മേടിക്കും. ചേച്ചി അരിയാണ് തന്നെയെങ്കിൽ കറിവെക്കാനുള്ള സാധനത്തിനും കൂടെ പൈസ തന്നെ ആയിരിക്കും. എന്റെ സുജ, നിനക്ക് വേറൊരു പണിയില്ലേ? എന്റെ കയ്യിൽ കിടക്കണ ചേച്ചി ആദം വന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? നീ വീട്ടിൽ പോവാൻ നോക്കു വെച്ചോ, ഞാൻ പോട്ടെ. നമ്മുടെ ചിഹ്നം മറക്കരുത്. നമ്മുടെ ചിഹ്നം നമ്മുടെ സാരഥി. നമ്മുടെ ചിഹ്നം നമ്മുടെ സാരഥി. അധികം ബി പി ഊതല്ലേ? എന്താ? എനിക്ക് ബി പി ഉള്ളത് അതാണ്. ഓ ശരി. എന്റെ പ്രകടന പത്രികയില് ആദ്യത്തെ വാക്ക് ഞാൻ ഈ ഒറ്റവരി പാത 2 വരി പാതയാക്കും. അതെങ്ങനെ? ഒരു പോസ്റ്റും കൂടെ മേടിച്ചിടും. അപ്പൊ 2 കാലം വെച്ച് നടക്കാലോടാ. ഹലോ, അതെ, എപ്പോ എവിടേക്കാ ഇത്? ഒരു മിനിറ്റ്, ഞാൻ വിളിച്ചോളാം. ഓക്കെ. എടാ, ആരാണ് ആ ഏരിയയിൽ മതിലുമേലൊക്കെ എഴുതി വെച്ച? ആരുടെ നേതൃത്വത്തിലാണ് എഴുതിയത്? നിന്റെ ആണോ? മറ്റേ ബാനർ എഴുതിയത്? അത് നമ്മുടെ പാർട്ടിയാ. എന്ത് വൃത്തികേട് എഴുതി വെച്ചേക്കണം. എന്തത്? എടാ, ശിശുപാലൻ എന്നല്ലേ എഴുതേണ്ടത്? അവിടെ ശിശു ലാഭനം എഴുതിയേക്കണം. ഞാൻ അവിടെ ബ്ലഡ് പരിശോധിക്കണ ലാഭം നടത്തണം. ഞാൻ നിന്നോട് പറഞ്ഞ ആ ബംഗാളിനെ കൊണ്ട് എഴുതിപ്പിക്കണ്ട. നീ അല്ലേ പറഞ്ഞ 100 രൂപ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചാ. അതുപോട്ടെ, ഇപ്പൊ എങ്ങനെയെങ്കിലും ചെയ്യാം. ലാഭമല്ലേ ഉള്ളൂ. അവിടെ കിടക്കട്ടെ, നഷ്ടമില്ലല്ലോ. എന്താ നോക്കണ? അല്ല, നമ്മുടെ പഞ്ചായത്തില് ഒരു എയർപോർട്ടിനുള്ള ഹോപ്പ് ഉണ്ടോ നോക്കുമായിരുന്നു. എവിടെയാണത്? ഈ ഏരിയ കോപ്പ് നടന്നങ്ങട്. ഞാൻ വോട്ട് ചോദിക്കേണ്ടതാണ്. ഞാൻ ഫ്രണ്ടേ പോക്കോളാം. ഈ ഒറ്റവരി പാത ഞാൻ എന്തായാലും. നമ്മുടെ ചിഹ്നം നമ്മുടെ സാരഥി. നമ്മുടെ ചിഹ്നം നമ്മുടെ സാരഥി. ഞാൻ ബാക്കിൽ വരാം. ഫ്രണ്ടേ പോ. അത് ശരി. അനക്കല്ലേ മുദ്രാവാക്യം വിളിക്കല്ലേ, വിളിക്കല്ലേ. നമ്മുടെ സാരഥി, നമ്മുടെ ചിഹ്നം നമ്മുടെ ചിഹ്നം നമ്മുടെ സാരഥി. അങ്കണ തൈമാവിൽ നിന്നും ആദ്യത്തെ പഴം വീണു, അമ്മതൻ കണ്ണിൽ നിന്നും ചുടുനീർ പൊഴിയുന്നു. അങ്കണത്തിലെ തൈമാവിൽ നിന്നും ആദ്യത്തെ പഴമാണ് വീണത്. അത് കണ്ടു നിന്ന് അമ്മയുടെ കണ്ണിൽ നിന്നും ചുടുനീർ പൊഴിയുവാനുള്ള കാരണം എന്തായിരിക്കും? അമ്മയുടെ തലയിലായിക്കോ മാങ്ങ വീണത്. നമ്മുടെ തലയിലാ മാങ്ങ? നിന്നെ പഠിപ്പിക്കണ എന്നെ വേണം നീ തല്ല. നീ ഇവിടുന്ന് മാറി നിൽക്ക്, അല്ല തെങ്ങന്ന് തേങ്ങ വീണ് നിന്റെ ഈ തല പൊളിഞ്ഞു പോവും. ഓ, എൻ്റെ മോൾ ഈ കല്ലിട്ട് ജീവിതം തുലക്കുമ്പോഴാണ് എൻ്റെ ചങ്ക് പറഞ്ഞു പോണത്. അവൻ ഈ ഇലക്ഷൻ്റെ പുറത്ത് നടക്കാതെ നിന്നെ ഒന്ന് വന്ന് സഹായിച്ചിരുന്നെങ്കിൽ. നീ ഊരുമ്പോൾ അവനൊന്ന് അലക്കുന്നു, അവൻ അലക്കുമ്പോൾ നീ ഊരുന്നു, അല്ലെങ്കിൽ നീ ഊരി അലക്കി ഇടുമ്പോൾ അവനൊന്ന് അടിയിൽ കൊണ്ട് ഇടുന്നു. അച്ഛൻ സഹായിക്കണം മോളെ. വേണ്ട, ചെയ്ത ഒരു ഇത്തിരി തുണിയുള്ളൂ. അച്ഛൻ അവനൊന്ന് പഠിപ്പിച്ചാ മതി. എന്നിട്ടേ അകത്തെ മുറിയിൽ കുറെ അധികം തുണി കിടക്കുന്നുണ്ട്, അതൊന്നും എനിക്ക് അലക്കി തന്നാ മതി. കേക്കണില്ല. അകത്തെ കുറച്ച് തുണി അധികം കിടക്കുന്നുണ്ട്, അതൊന്നും അലക്കി തന്നാ മതിന്ന്. ഒച്ചത്തി പറമോളെ, പ്രായമായില്ലേ, കേക്കണ്ടേ? ദേ ഇതലക്ക്, ബാക്കി പണി ഞാൻ ചെയ്യാം. വേണ്ട, നീ ചെയ്തോ. അത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നീ ചെയ്താ മതി. അപ്പൊ എടുക്കടാ. നമ്മുടെ ചിഹ്നം നമ്മുടെ സാരഥി. നമ്മുടെ സാരഥി നമ്മുടെ ചിഹ്നം. പി ജയിച്ചാൽ എം പി ജയിച്ചാൽ
തെറ്റിച്ച് വിളിക്കല്ലേ എം പി ചോദിച്ചാലല്ലോ അല്ല ഒന്ന് തെറ്റിയല്ലേ ഇപ്പൊ ജയിച്ചാലാണ് എം പി. കോള് തന്നെ മിണ്ടല്ലേ ഒന്നും മിണ്ടല്ലേ സുഹൃത്തെ എന്റെ കൂടെ നടക്കണമെങ്കിലും ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു ജനപ്രതിനിധിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല ജയിച്ചില്ലല്ലേ, ജയിക്കുമ്പോഴല്ലേ ഈ പറഞ്ഞ ആളാകുള്ളൂ. അല്ല ഞാൻ ജനപ്രതിനിധിയാണല്ലോ. എന്താ കുഴപ്പം നിങ്ങൾക്ക് മിണ്ടല്ലേ. ഹലോ ആണോ ഇപ്പൊ വേണോ? അയ്യോ ഇപ്പൊ കുറച്ചാളല്ലേ ഉള്ളൂ. ആ ശരി ഞാനൊന്ന് പറയട്ടെ എന്നാ. എന്താണ് ഒരു പ്രശ്നം ഉണ്ടല്ലോ, അവർക്ക് വേണോന്ന്, നമ്മുടെ മറ്റേ എതിർ സ്ഥാനാർത്ഥി ഇല്ലേ ആ പാർട്ടിക്കാർക്ക് വേണോന്ന്. അല്ല ഇവര് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നില്ല, നമ്മുടെ പ്രവർത്തകരെ മറ്റുള്ളവർക്ക് എങ്ങനെ വിട്ടുകൊടുക്കും? അല്ല അവരുടെ ആൾക്കാരാണ് ഇവര്, ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നത് നമുക്ക് വേണ്ടിട്ട്. ആണോ? അവരെ സമയം കഴിഞ്ഞെന്ന്. ഒരു ദിവസത്തെ മുഴുവൻ പൈസയും കൊടുക്കാന്ന് പറ. അതൊക്കെ പറഞ്ഞാണ് അവര് നമ്മൾ പറഞ്ഞേക്കണ എഗ്രിമെന്റ് അങ്ങനെയാണ്. ഇവരെ കുറച്ച് കഴിയുമ്പോൾ അവരെ വിടണമെന്ന്. ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഈ നിക്കണ ചേച്ചി ഉണ്ടല്ലോ, മറ്റേ എതിർ സ്ഥാനാർത്ഥിയുടെ കുഞ്ഞമ്മയുടെ മോളാണിത്. ആണോ? നമുക്ക് വേണ്ടി വന്നതാണ്. വോട്ട് പിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വെറുതെ അല്ല, അവര് ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസും ചിക്കനും തരാന്നാ പറഞ്ഞിരിക്കണേ. അങ്ങനെ പറയല്ലേടാ, അങ്ങനെ പറയല്ലേ. ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ വിട്. അതെ ഞാൻ നിങ്ങൾക്ക് പീ റൈസ് തരും. പീ റൈസ് ഭാരത റൈസ്, കെ റൈസ്, അതുപോലെ ഒരു സാധനം പിയുടെ റൈസ്, പീ റൈസ്. പീ റൈസ് കിട്ടൂല. അപ്പൊ പിന്നെ എന്താ മേടിക്കണ്ട? എന്താണ് ഈ പീ റൈസ്? പിണ്ണാക്ക്. ഞാനാണ്. അയ്യോ ചേട്ടാ ഇലക്ഷന്റെ ഡ്യൂട്ടിക്ക് പോയതാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ ആളില്ലാത്തപ്പോ വീട്ടിൽ കയറി വരാറില്ലല്ലോ. അല്ല അവളെ കണ്ടിട്ട് എന്തോ 500 രൂപ മേടിച്ചോണ്ട് ഇലക്ഷൻ്റെ. അതേ ഇലക്ഷൻ പ്രചാരണത്തിന് എല്ലാ വീട്ടിൽ നിന്നും മേടിക്കണുണ്ടല്ലോ. അതല്ലേ 500 മേടിച്ചിട്ട് 250 റെസിറ്റ് കൊടുത്തുള്ളൂ വീട്ടിൽ. അതെന്താന്നറിയാവോ? ഈ മേളിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് മേടിക്കണോ അതിന്റെ പകുതി കണക്ക് മാത്രം മേളി കൊടുത്താൽ മതിയാണ്. ബാക്കിക്ക് എന്തോരം ചെലവാ ഉള്ളത്. ചുമരെഴുതണം, ഫ്ലെക്സ് അടിക്കണം, അതിന്റെ പശ മേടിക്കണം, അത് ഒട്ടിക്കണം, പിന്നെ തിന്നാനും കുടിക്കാനും ഒക്കെ ഒരുപാട് ചെലവുണ്ടല്ലോ. പിന്നെ ആ കണക്കൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് മേളി എന്ന് പറഞ്ഞാൽ പകുതിയുടെ കണക്കാണ് നിങ്ങളുടെ റെസിപ്റ്റിലുള്ളത്. ബാക്കി പകുതി അവരുടെ. എന്നാലും ഇത് ഭയങ്കര ചതിയായി പോയേച്ചി. ഇതെന്ത് ബോധമില്ലാത്തവരാണ് വന്ന് എന്റെ പേരും കൂടെ മറന്നുപോയാ. എടാ ചതിയല്ല, സാദി സാദി അതാണ് എന്റെ പേര്. ചെറുക്കന്റെ ഒരു നമ്മുടെ ചിഹ്നം, നമ്മുടെ സാരഥി, നമ്മുടെ സാരഥി. ഓരോ ഓട്ടം പൊന്നെ എന്നാ ഉണ്ടോ ചക്കരെ? എന്നാണ്ട് വിശേഷമൊക്കെ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു പുന്നാരന്റെ? ഇതെന്തേ കാണിക്കുന്നത്? ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിലുള്ള ട്രിക്കലടാ. വോട്ട് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ. അത് ഇവന് വോട്ടില്ലല്ലോ. ഇവന് വോട്ടില്ല. അതിന് ശരിയാണല്ലോ. മോൻ എത്രയിലാടാ പഠിക്കണേ? കഴിഞ്ഞ വർഷം എത്രയിലായിരുന്നു? അടുത്ത വർഷം മാറ്റി പറയുമോ? അവൻ അച്ഛന്റെ മകൻ തന്നെ കേട്ടോ. അതിനാ വോട്ടുള്ളത്. അതിന് മാറി നിൽക്കും. മാറി നിൽക്കും. സ്ഥാനാർത്ഥിയാണ്. അല്ല ഞാന് എന്തായി കാണിച്ചു വോട്ട് പിടിക്കാൻ വേണ്ടി അങ്ങനെ പല ടെക്നിക്കും നമ്മൾ കാണിക്കുന്നു. അലക്കിയാ കൊടുക്കുക. പിന്നെ അത് ശരി. അപ്പൊ അങ്ങനെ എനിക്ക് അകത്ത് വേറെ തുണി ഉണ്ടായല്ലോ. അല്ല അത് ഞാൻ ചെയ്തു തരാം. എന്നെ മനസ്സിലായല്ലോ. പി നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. ഇത് പി ചിഹ്നം. ഒന്നും ജസ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അല്ല അല്ല അതെ സ്ഥാനാർത്ഥി, ഈ അലക്ക കഴിയുമ്പോ വീട്ടിലേക്കൊന്നും വന്നോട്ടാ. എന്നാടാ കുറെ അധികം തുണി, 2 ആഴ്ചത്തെ തുണിയുണ്ട് അലക്കാനായിട്ടേ. നീ വീട്ടിലല്ലേ? ഞാൻ ഉണ്ട്. പിന്നെന്തിനാണ് ഒരു വീട്ടിൽ 2 പണിക്കാര്? നീ അലക്കിയാ മതി. ഇത് നമ്മൾ സഹായിക്കാനല്ലാത്ത ആൾക്കാർ. അച്ഛനൊക്കെ എവിടെ പോയി? അച്ഛൻ കിടക്കണേ. പോവാം. എന്താണ് അച്ഛൻ കിടപ്പിലാണ്, വോട്ട് ചെയ്യാനൊന്നും വരില്ല. എടോ ഉറങ്ങാൻ വേണ്ടി കിടക്കണത്. ഉറങ്ങാൻ വേണ്ടി കിടക്കണം. അച്ഛൻ ഉണർത്താനുള്ള ഒരു പാട്ട് മുദ്രാവാക്യം വിളിക്കൂ. നമ്മുടെ ചിഹ്നം, നമ്മുടെ സാരഥി, നമ്മുടെ ചിഹ്നം. അറിയുമോ? കഴിഞ്ഞ വർഷം എന്നെ ജയിപ്പിച്ചു വിട്ടിട്ട് പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നത് ഇപ്പോഴാണ്. എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം എന്നെ ജയിപ്പിച്ചു വിട്ടിട്ട് പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നത് ഇപ്പോഴാണ്. ഞാൻ അങ്ങോട്ട് പറയേണ്ടതല്ലേ? അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. എവിടെയായിരുന്നു? എന്നെ ഒന്ന് വിളിക്കാറുന്നല്ല. ഞാൻ ചത്തോ ജീവിച്ചിരിപ്പോണ്ടോ ഒന്നും തിരക്കാരുന്നല്ലോ. വിളിച്ചാൽ നിനക്ക് എടുക്കായിരുന്നല്ല. വിളിച്ചായിരുന്നു എന്നെ. ഞാൻ എത്ര തവണ വിളിച്ച് നീ കട്ട് ചെയ്ത് കളഞ്ഞു. ഓ അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രസംഗിച്ചോണ്ടിരിക്കും. പ്രസംഗിക്കുന്നത് ഇങ്ങനെയല്ല. ഇതിന് ചപ്പാത്തി പരത്തിലെന്നാ പറഞ്ഞത്. അതെ, അത് ആ പണി തന്നെ ചെയ്തുകൂടെ? നീ എന്തിനാ നിക്കണത്? അല്ല ഞാൻ ഇപ്രാവശ്യം കൂടെ മത്സരിക്കാമെന്ന് വെച്ചു. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മുടെ ഈ മണ്ഡലത്തിൽ ചെയ്യാനുണ്ട്. ഇത്തവണ ഇവിടെ എല്ലാം മത്സരിക്കുന്നത് അറിയാലോ. എം പി ആയിട്ടാണ് മത്സരിക്കുന്നത്. മെമ്പർ ഓഫ് പാർലമെന്റ്. അല്ല അങ്ങോട്ടൊക്കെ പോകുമ്പോ ഹിന്ദിയൊക്കെ പറയണ്ടേ? ഹിന്ദി പറയണ. ഹിന്ദിയൊക്കെ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ. പഠിച്ചല്ലോ ഹിന്ദി. നീ മറ്റേ 4 വരിപ്പാതി പണിയണ നേരത്ത് ഹൈവേയിൽ നീ ബംഗാളികൾക്കൊപ്പം പണിയെടുക്കണം എന്ന് ആരോ എന്നോട് പറഞ്ഞു. ഞാനോ?
നീ അങ്ങനെ പണിക്ക് പോയാ? ഇല്ലില്ല. ബംഗാളികളുടെ ഒപ്പം? ഇല്ലില്ല. നീ തന്നെ? അയ്യോ അല്ലല്ല, അവൻ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ എനിക്ക് അയച്ചു തന്നല്ല. ഇല്ലെന്ന്. ഞാൻ പണിയെടുത്ത് ജീവിക്കുന്നു ചേട്ടന് തോന്നുന്നുണ്ടോ? ഞാനിത് അവരോട് പറയും. ഇതെന്നാ സംഭവം എന്ന് അറിയാമോ? ഇപ്പൊ നമ്മൾ ജയിച്ചു കഴിഞ്ഞാല് ഡൽഹിക്ക് പോകണമല്ലോ. അപ്പൊ അവിടെ ചെന്ന് നമുക്ക് വെറുതെ മലയാളം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഗുണമില്ല. ഹിന്ദി സംസാരിക്കണം. അവരുടെ കൂടെ നിന്ന് തഞ്ചത്തിന് കുറച്ച് ഹിന്ദി പഠിക്കാനെന്ന് ഓർത്ത് അങ്ങനെ നിന്നാണ്. പഠിച്ചാ വല്ലതും? പിന്നെ മലയാളം ആദ്യം പഠിക്കണേ. മലയാളം ആദ്യം പഠിക്കണം. എനിക്ക് ഈ മണ്ഡലത്തിൽ കുറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഒരു ജനപ്രതി എന്ന നിലയ്ക്ക്, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ ഒരു എയർപോർട്ട് കൊണ്ടുവരണം. അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഈ പഞ്ചായത്തില് എയർപോർട്ട് വരണം. ഇപ്പൊ തന്നെ എന്റെ പദ്ധതിയിൽ 5 ബസ് സ്റ്റോപ്പുകളാണ് ഞാൻ അനുവദിച്ചിരിക്കുന്നത്. 5 മണ്ഡലം ഒറ്റ ബസ് സ്റ്റോപ്പ് മതിയല്ലോ നിനക്ക് ഒരു 25 ലക്ഷം രൂപ പോക്കറ്റിൽ പോവാൻ. എത്ര ലക്ഷം രൂപ ഒരു ബസ് സ്റ്റോപ്പിന് ഉദ്ദേശിച്ചത്? 25 ലക്ഷം രൂപയാണ് നമുക്ക് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അതിൽ നിന്നൊരു 5 ലക്ഷം രൂപ ഇങ്ങടുതാ, ഞാൻ നിനക്ക് അടിപൊളി ഒരു വീട് നിർമ്മിച്ചു തരാം. അത് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് ഒരു പണിയാണ്. പിന്നെ ജനപ്രതിനിധി എന്താണ് ജനപ്രതിനിധിയുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. എടാ ജനപ്രതിനിധി, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ആദ്യം ഈ ബസ് സ്റ്റോപ്പ് പണിയണ നേരത്തിന് ഇവിടെ കൂടി ഒരു റോഡ് ഉണ്ടാക്ക്, എന്നിട്ട് ഈ റൂട്ടിൽ ഓടാൻ ഒരു ബസ് ഉണ്ടാക്ക്, എന്നിട്ട് നീ ബസ് സ്റ്റോപ്പ് പണി. എന്റെ ബസ് സ്റ്റോപ്പ് എനിക്കറിയാം. 4 കുറ്റി ഇട്ടിട്ട് ഒരു ഇങ്ങനത്തെ ഒരു സീറ്റും വെച്ചിട്ട് ബസ് കയറാൻ പറ്റുന്നവർക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരൊറ്റ കുടലിൽ ഇത് ഇങ്ങനെ വെക്കണ പരിപാടിയല്ലേ? അല്ല, അതാണ് അന്നലെ നമുക്ക് ഇത് അല്ല അങ്ങനെ വെച്ചാലേ. എന്നോട് ഞാൻ പറയാനിരിക്കണായിരുന്നു. നീ വന്നേ. എടാ, ഈ എല്ലാം നീ മൊബൈലുമായിട്ട് ബന്ധിപ്പിക്കാൻ പറയുന്നത്. നമ്മുടെ ആധാറും മൊബൈലുമായിട്ട് ബന്ധിപ്പിക്കണം. നമ്മുടെ ആധാറും നമ്മുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിക്കണം. 10 പൈസ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റുമായിട്ട് ആധാർ ബന്ധിപ്പിക്കണം. എന്താണ് ഈ വോട്ടർ ഐ ഡി ബന്ധിപ്പിക്കാത്തത് ആധാറുമായിട്ട്? എന്താ ബന്ധിപ്പിക്കാത്തത്? ഈ മരിച്ചുപോയവർക്കൊന്ന് വോട്ട് ചെയ്യണ്ടേ? എങ്ങനെയാ? ഈ വിദേശത്ത് ജോലി ചെയ്യണവർക്കൊന്ന് വോട്ട് ചെയ്യണ്ടേ? ഇവിടെ തളർന്നു കിടക്കണ അപ്പാപ്പനൊന്ന് വോട്ട് ചെയ്യണ്ടേ? എന്താണത് കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത്? വോട്ടവകാശമുള്ള പിള്ളേരുണ്ട്. എന്റെ പാർട്ടിക്ക് ജയിക്കണമെന്ന് അത്യാവശ്യം വന്നാൽ 3 കള്ളവോട്ട് ചെയ്യണമെങ്കിൽ ലിങ്ക് ചെയ്ത് നടക്കുവോ? ഓ കഷ്ടോടാ. വെറുതെ അല്ല ജനങ്ങൾ ഈ പൊതുജനങ്ങളെ കഴുതാന്ന് പറയുന്നത്. അതാണ് ജനപ്രതിനിധിയുടെ അർത്ഥം. ജനപ്രതിനിധി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നീ ഡൽഹിയിലേക്കാണ് പോണത്. ജനഗണമന എന്താണെന്നറിയോ? ജനഗണമന വരിക്കാശ്ശേരി മന എനിക്കറിയാം. എടാ വരിക്കാശ്ശേരി, വരിക്കാശ്ശേരി അല്ല, ജനഗണമന എഴുതിയത് ആരാന്നറിയോ? ജനഗണമന എഴുതിയതാരാന്ന് എനിക്ക് വലിയ പിടിയില്ല. പക്ഷെ അതിലെ നായകൻ പൃഥ്വിരാജായിരുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ജനഗണമനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കറിയാമോ? പിന്നെ അത് സംഗീതം ചെയ്തത് രവീന്ദ്രനാണ്. എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ. ബംഗാളിൽ ജനിച്ച രവീന്ദ്രനാഥ് ടാഗോറാണ് ഇന്ത്യയുടെ അഭിമാനമായ ദേശീയ ഗാനം എഴുതിയത്. അവർ 3 പേരും കൂടെ എഴുതിയത്. എന്റെ ദൈവമേ, നീ അങ്ങോട്ട് തന്നെ പോണം. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കറിയാമോ നിനക്ക്? ജയ 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 ഹേ. എടാ, അത് ചൊല്ലണത് ഇന്ത്യക്ക് ഒരു അഭിമാനമാണ്. അദ്ദേഹത്തെ ഓർക്കണം. അത് ഫുൾ ഒന്ന് ചൊല്ലാൻ പഠിക്കണം. എത്ര സെക്കൻഡ് കൊണ്ടാണ് അത് ചൊല്ലി തീർക്കണമെന്ന് നിനക്കറിയോ? അങ്ങനെയൊന്നുമില്ല. അതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ പാടി തീർക്കും. അങ്ങനെ കഷ്ടം. നീ അങ്ങോട്ട് ചെല്ലുവോന്ന് എനിക്ക് സംശയമാണ്. എടാ, ജനഗണമന എന്ന് പറയുന്നത് ഇത്ര 52 സെക്കൻഡ് കൊണ്ട് ചൊല്ലി തീർക്കണം. നിനക്ക് തോന്നണ പോലെ കീറി ഞാൻ തരുവട്ടെ. ഞാൻ അഭിമാനത്തോടെ ജനപ്രതിനിധി ഇതൊക്കെ വിധിയാണ്. വോട്ട് തന്നോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. എനിക്ക് എന്താ നിന്റെ ചിഹ്നം? എന്താണ്? PP. അത് ഊതി നടക്കടാ. ബാലി, നീ ഇവിടെ ഇരുന്ന് എന്തോ ഒരു പത്രാശം പറയണ്ടായിരുന്നല്ല. ജനപ്രതിനിധി അത് എഴുതാൻ പഠിക്കണം, പറയാൻ പഠിക്കണം. നീയും നീ ആ ബോർഡ് എഴുതി വെച്ചേക്കണൊക്കെ ഞാൻ കണ്ടതാണ്. എന്തെങ്കിലും ഒരു ഗുണം. അപ്പൊ ഇലക്ഷനല്ല വരുന്നത്. എടാ, അവിടെ നിക്കട്ടാ. എടാ, സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ഒരു വണ്ടി മേടിച്ചാൽ നികുതി, അവനൊരു ഭൂമി മേടിച്ചാൽ നികുതി, അത് റവന്യൂവിൽ ചേരുമ്പോ അവിടെ നികുതി, വാട്ടർ നികുതി, കറണ്ട് നികുതി, എല്ലാം കൂടി എന്തെങ്കിലും ഒരു. അല്ലല്ല, അങ്ങനെ സംസാരിച്ചു പോരുത്. അല്ലല്ല, അങ്ങനെയല്ല. പിന്നെ അങ്ങനെയല്ല, ഞങ്ങള് ഇലക്ഷൻ പ്രമാണിച്ച് പെട്രോളിനും ഡീസലിനും 2 രൂപയാണ് കുറച്ചിരിക്കുന്നത്. നീയാണോ കൂട്ടിയത്? നീയാണോ കുറച്ചത്? ഞാനല്ല, വേറെ. പക്ഷെ ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വോട്ട് കിട്ടി ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് 12 രൂപ കുറയ്ക്കും. എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് 16 രൂപ കൂട്ടും, 24 കൂട്ടും. അങ്ങനെയാണല്ലോ. പിന്നത്തെ ഇലക്ഷൻ വരുമ്പോ 12 കുറയ്ക്കും. ചേട്ടാ, ഗ്യാസിന്റെ അവസ്ഥ നിനക്കറിയാമോ? ഗ്യാസിന് 200 കുറച്ചില്ലേ? നീയാണോ കുറച്ചത്? ഇല്ല, അവര് കുറച്ച് 200 രൂപ കുറച്ച്. ഇനി ഇത് കഴിയുമ്പോൾ 400 രൂപ കൂട്ടും. അത് കൂട്ടും. പിന്നെ ഇലക്ഷന്റെ ചെലവില്ലേ? എന്നത്തെ കാര്യം എന്റെ നയപരമായ ചില പ്രഖ്യാപനങ്ങൾ ഞാൻ എന്തെങ്കിലും ഒരു വാഗ്ദാനം, എന്തെങ്കിലും ഒരു നല്ല കാര്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ, എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, സ്വന്തമായിട്ട് വീടില്ലാത്തവരാരും കറണ്ട് ബില്ല് അടയ്ക്കണ്ട. സ്വന്തമായി വീടുള്ളവരോ? ഉള്ളവര് വാടക കൊടുക്കണ്ട. ഇങ്ങനെ ഓഫർ കാര്യങ്ങൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നൊരു സംഭവമാണ്. നിന്നെ നേരിട്ട് കാണാൻ കഴിഞ്ഞതും ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞതും എന്റെ മുജ്ജന്മ സുഹൃതമായിട്ടേ ഞാൻ കാണും. അതുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് വോട്ട് തന്ന് വിജയിപ്പിക്കണം. എന്താണ് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ നിനക്കറിയോ? ഞാൻ MBA പോണല്ലേ? അല്ല, ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വാ,
എന്റെ പേരക്കുട്ടിയാ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാ. മോനെ ആ ജനപ്രതിനിധിയുടെ അർത്ഥം ഒന്ന് പറഞ്ഞു കൊടുത്തേടാ. ജനപ്രതിനിധി ഇപ്പൊ പറഞ്ഞ ജനങ്ങളുടെ നിധി അപഹരിച്ച് പ്രതിയാകുന്നവനാരോ അവനാണ് ജനപ്രതിനിധി. കേട്ടല്ല, ഇപ്പോഴാണ് നീ എന്റെ പേരക്കുട്ടിയായത്.